ശ്രീ രാജു പി നായർ, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത താങ്കൾ ഒരുപക്ഷെ സമ്മതിച്ചു തരില്ലായിരിക്കും. ലീഗ് യോഗത്തിൽ ഉയർന്ന ചില വിമർശനങ്ങളെക്കുറിച്ചാണ്. അൻവറിനെ സഹകരിപ്പിക്കാം എന്നുള്ള പ്രഖ്യാപനം നടത്താതെ വി ഡി സതീശൻ നീട്ടിക്കൊണ്ടുപോയി. അൻവർ വിഷയം വഷളാക്കിയത് കോൺഗ്രസ് നേതൃത്വമാണ്. വി ഡി സതീശന് ധിക്കാരമാണ്. മുന്നണി മര്യാദ പാലിക്കുന്നില്ല. മുസ്ലിം ലീഗിനോട് അവഗണനയാണ്. ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ പ്രശ്നം തീരുമെന്ന സ്ഥിതി ഇല്ലാതെയാക്കി. കെ എം ഷാജി പറയുന്നു ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരും. ഇത് ഒരു പി വി അൻവർ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് മുഖത്ത് പി വി അൻവർ ഫാക്ടറി അല്ല നിങ്ങൾ പറയുകയും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ ഗൗരവം എത്രത്തോളമാണ് രാജു പി നായർ? അല്ല, എനിക്ക് ഈ വാർത്തയുടെ ആധികാരികതയൊന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യമുണ്ട്. ഒരു UDF എന്ന് പറയുന്നൊരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഘടകകക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി പറയുന്ന കാര്യങ്ങൾക്കാണ് പ്രതികരണം ആവശ്യമുള്ളത്. അതല്ലാതെ മറ്റേതെങ്കിലും അവരുടെ ചർച്ചകൾക്കകത്തുണ്ടായിട്ടുണ്ടെങ്കിലോ അതല്ലാതെ ഒരു വാർത്തയുടെ പുറത്തോ ഒരു ഘടകകക്ഷിയുടെ വാർത്തയെ സംബന്ധിച്ച് പ്രതികരിക്കാൻ ആവില്ല. പാർട്ടിയിൽ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രസക്തം. എന്തായാലും ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് ഔദ്യോഗികമായിട്ട് അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ തള്ളുന്ന രീതിയിലോ കോൺഗ്രസിൻ്റെ നിലപാടിനെ തള്ളുന്ന രീതിയിലോ ഒന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഏകകണ്ഠമായിട്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഔദ്യോഗികമായി അത്തരത്തിൽ വിഭിന്നമായൊരു നിലപാട് വന്നാൽ അപ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ അൻവറിനെ സംബന്ധിച്ച് നമുക്ക് നിലപാടുകളല്ലേ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. നിലപാടില്ലായ്മ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നിലപാടുകൾ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ചർച്ച ചെയ്യാം. പക്ഷേ പ്രശ്നം അങ്ങ് TMCയുടെ പ്രതിനിധിയോട് ചോദിച്ച അത് പ്രശ്നം തന്നെയാണ്. നിലപാടില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ പലപ്പോഴും മഴയുണ്ടെന്ന് പറയുമ്പോൾ മഴ ഇല്ലാതിരിക്കുന്ന സാഹചര്യമുണ്ട്. മഴ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കോരിച്ചൊരിയുന്ന മഴ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ നിലപാട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കുറേ കൂടി യുക്തിസഹമായിട്ടുള്ളത് കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ ചർച്ച ചെയ്യുന്നതാണ്. കാരണം അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് പോരായ്മയുണ്ടോ എന്നുള്ളൊരു ചർച്ചയ്ക്കെങ്കിലും സ്കോപ്പുണ്ട്. ഇതിനൊരു സ്കോപ്പും ഇല്ലാത്തൊരു ചർച്ചയാണ്. അപ്പോൾ കൊണ്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും പത്രിക പിൻവലിക്കുന്ന സമയം വരെ കഴിയട്ടെ. അത് കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം കോൺഗ്രസിനെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അതിനെ പ്രതികരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അപക്വമായി പോകും. നമ്മളെയൊക്കെ നാളെ മണ്ടന്മാർ അന്നെന്ത് കടതൊക്കെ എടുത്തിയാടി പ്രതികരിച്ചവർ എന്നൊക്കെ പറയുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു MLA അൻവറിനെ കാണാൻ രാത്രി പോകേണ്ട കാര്യം എന്താണ്? ഈ പറയുന്നതൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലിരിപ്പി പറഞ്ഞതൊക്കെ ആണെങ്കിൽ, അൻവറിനെ നിങ്ങൾ മൈൻഡേ ചെയ്യുന്നില്ല എങ്കിൽ, അൻവർ ഫാക്ടർ നിങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല എങ്കിൽ, അൻവർ നിൽക്കുന്ന നിങ്ങളുടെ ജയസാദ് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയില്ലെന്നുണ്ടെങ്കിൽ രാഹുൽ പോകേണ്ട കാര്യം എന്താണ് രാജു പി നായർ? അല്ല, അത് വളരെ കൃത്യമായിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം മുഴുവൻ പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത് പാർട്ടിയുടെ പ്രതിനിധിയായല്ല, ഏതെങ്കിലും ചുമതല ഏൽപ്പിച്ചതിൻ്റെ ഭാഗമല്ല. അദ്ദേഹം വ്യക്തിപരമായ സന്ദർശനം നടത്തിയാണെന്ന് രാഹുലും പറഞ്ഞു. അങ്ങനെ ഒരു സന്ദർശനം ശരിയല്ല എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വവും പറഞ്ഞു. അതാ വിഷ്വൽ പുറത്തു വരുമ്പോൾ പറയുന്നതല്ലേ? എന്തായിക്കോട്ടെ, അത് വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ അത് അല്ലെ. നോക്കൂ, അസന്ദിഗ്ധമായിട്ട് പറഞ്ഞല്ലോ വാതിൽ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാ ചർച്ചയ്ക്ക് സ്കോപ്പ്? അവിടെ വാതിൽ അടച്ചിരിക്കുന്നു, ഇനിയൊരു നേതാവും അൻവറിനെ കണ്ട് ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞാൽ പിന്നെ അതല്ലേ പാർട്ടിയുടെ നിലപാട് ഹാഷ്മി? നമ്മളല്ലാതെ മറ്റൊരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമുണ്ടോ? അതില്ലല്ലോ. പാർട്ടി ഖണ്ഡിതമായി പറയുന്നു അൻവറിന് മുമ്പിലുള്ള വാതിൽ അടച്ചിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഹാഷ്മി, ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ വരും എന്നുള്ളതൊക്കെ 10 മന്ത്രിമാർ വരും എന്നൊക്കെ പറയുന്നത്. എന്തായാലും സുരേഷ് ഗോപി മന്ത്രിയായപ്പോഴത്തേക്ക് MP ആയിക്കഴിഞ്ഞാൽ 5 കേന്ദ്രമന്ത്രിമാർ തൻ്റെ വെളിപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ്. ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അൻവർ എന്താ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം ആദ്യം ആവശ്യപ്പെടാഞ്ഞത്? കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. തൃണമൂൽ കോൺഗ്രസ് എന്തായാലും സംസ്ഥാന കക്ഷിയായിട്ട് രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണല്ലോ. സ്വാഭാവികമായിട്ടും രാജ്യത്ത് എവിടെ മത്സരിച്ചാലും അവർക്ക് ആദ്യം ആ ക്ലെയിം ചെയ്യാം. കിട്ടുകയോ കിട്ടാതിരിക്കുകയോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഈ പുല്ലും പൂവും എന്നുള്ള ചിഹ്നത്തിൽ അൻവർ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് എന്തിനാ? TMCയുടെ സ്ഥാനാർത്ഥിയല്ലേ? TMCയുടെ സ്ഥാനാർത്ഥി ആവുമ്പോൾ TMCയുടെ ഔദ്യോഗിക ചിഹ്നമല്ലേ ആദ്യം ക്ലെയിം ചെയ്തത്? അപ്പോൾ TMC എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാവുമല്ലേ? അതിൽ നിന്ന് വ്യക്തമാവുകയാണ് അദ്ദേഹത്തിന് പാർട്ടിയുടെ പിന്തുണ പോലും ഇല്ല. അല്ല, TMCയുടെ ചിഹ്നം പുല്ലും പൂവും. എന്തോ TMCയുടെ ചിഹ്നം പുല്ലും പൂവും. അത് മലയാളത്തിൽ പറയുമ്പോൾ അത് മറ്റൊരു ചിഹ്നമല്ലേ? അതന്നെ. അതെനിക്കറിയില്ല. TMCയുടെ ഔദ്യോഗിക ചിഹ്നമാണെന്ന് അല്ല വാർത്ത വന്ന് പുല്ലും പൂവെന്നാണ് പറഞ്ഞത്. ഞാൻ സത്യം ആലോചിച്ചത് ഏത് വിചാരിച്ചു പോയി. TMCയുടെ ആണെങ്കിൽ ഔദ്യോഗിക ചിഹ്നമാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാൻ ആ പറഞ്ഞത് പിൻവലിക്കുന്നു. അല്ല, അത് പുല്ലും പൂവല്ല. TMCയുടെ ഔദ്യോഗിക ചിഹ്നം പുല്ലും പൂവെന്നല്ല അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ വാർത്ത ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്.
അപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴും പുല്ലും പൂവെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സംശയം ഉണ്ടായത്. അത് TMCയുടെ ഔദ്യോഗിക ചിഹ്നമാണെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു. ഓക്കെ, അത് മലയാളിവൽക്കരിച്ചപ്പോൾ പുല്ലും പൂവെന്ന് പറഞ്ഞാണ്, അല്ലാതെ ഈ ചിഹ്നത്തെ എങ്ങനെയാണ് പറയുക? അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ ശ്രീ അനിൽകുമാർ. അത് വലിയ പ്രശ്നമാണ്. ഈ ഹൗസ് ബോട്ടിന് വഞ്ചിപ്പുര എന്ന് പറയുന്ന പോലത്തെ പ്രശ്നമായതുകൊണ്ട് ഇനി ജനങ്ങളെ ഈ ചിഹ്നം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തന്നെ തെറ്റുപറ്റിപ്പോയി. അപ്പോൾ പിന്നെ ജനങ്ങളെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളൊരു പ്രശ്നം കൂടി.